രാജ്യസുരക്ഷ, ലഹരിവിരുദ്ധ പ്രവർത്തനം, രാജ്യാന്തര ക്രിമിനൽ പ്രവർത്തികൾ തടയൽ എന്നിവയ്ക്കായി ഇന്ത്യയും കാനഡയും ചേർന്ന് പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ സഹകരണത്തിന് ഇന്ത്യയും കാനഡയും തമ്മിൽ പദ്ധതിക്കായി പൊതുരേഖ തയ്യാറാക്കി. 2023 നയതന്ത്ര തർക്കത്തിന് ശേഷം ഇന്ത്യ കാനഡ ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാനഡയിലെത്തി ശനിയാഴ്ച നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സഹകരണം. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് മാത്രമേ സാധിക്കൂ. സങ്കീർണ വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതേസമയം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പതിവ് ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഡോവൽ സന്ദർശനത്തിനെത്തിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതിനും കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം എന്നിവയിൽ ചർച്ചകൾ തുടരാനും ഇന്ത്യയും കാനഡയും ധാരണയിലെത്തി. 2023 ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായപ്പോൾ ഖലിസ്ഥാൻ വിഘടനവാദിയായ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ കാനഡ ബന്ധം തകർന്നത്. കൊലപാതകത്തിൽ ഇന്ത്യയ്ക്കും പങ്കുണ്ടെന്നാണ് കാനഡ ആരോപിച്ചത്. തുടർന്നുള്ള മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പുറത്താക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ശേഷം മാർക്ക് കാർണി പ്രധാനമന്ത്രിയായ ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തിയത്.